വെരി മിനിമത്തിൽ നിന്ന് മാക്സിമത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള മീറ്റിംഗ് ആണ് ഇത്. വേണമെങ്കിൽ നമുക്ക് കൈ കെട്ടിയിരിക്കാം, വേണമെങ്കിൽ നമുക്ക് കൈ അയക്കാം. 2 ഓപ്ഷനാണ്. ഈശോയുടെ അടുത്ത് കുഞ്ഞുങ്ങളെ കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, ഐ ആം നോട്ട് ബിസി, അവരെ ഇങ്ങോട്ട് വിട്ടാരെ. നമ്മൾ പലപ്പോഴും വിചാരിക്കും പിള്ളേര് അത്രയൊന്നും അല്ല, നമുക്ക് വലിയ ആൾക്കാരെയാണ് ചെയ്യേണ്ടത്. എൻ്റെ വീട്ടിൽ ഗസ്റ്റ് വന്നു കഴിയുമ്പോൾ ഞാൻ ഗസ്റ്റിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം എൻ്റെ കൊച്ചുങ്ങൾക്ക് കൊടുക്കാറുണ്ട്. കാരണം അല്ലെങ്കിൽ അവർ ഡിസ്റ്റർബ്ഡ് ആവും. ഗസ്റ്റ് വന്നു കഴിയുമ്പോൾ അവർക്കുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ പോടാ, അവർ പോയി കഴിഞ്ഞിട്ട് വല്ല മിച്ചമുണ്ട് തരാടാ എന്ന് പറഞ്ഞാൽ അനുഭവത്തിൽ നിന്ന് അറിയാമല്ലോ, അവരെ കൊണ്ട് കഴിപ്പിക്കുമോ? ഇല്ല. ഈശോ എന്തുകൊണ്ടാണ് ശിശുക്കളെ പോലെ ആവണം, ശിശുക്കളെ ഇങ്ങോട്ട് വിട്ടേക്കാനൊക്കെ എന്ന് പറഞ്ഞാൽ അവരത്രയും പ്രധാനപ്പെട്ടവരാണ്. പൊസിഷനൊക്കെ മാറ്റി വെച്ചാലേ ഇപ്പം തൊട്ട് നമുക്ക് ഈശോയുടെ കുഞ്ഞുങ്ങളെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് 1-ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് 2-ാം ക്ലാസ്, 2-ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് 3-ാം ക്ലാസ്. അങ്ങനെയാണെങ്കിൽ 12-ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്കും കൊച്ച് കൊള്ളാം, മിടുക്കൻ, നല്ലത് എന്നാ പറയണ്ടേ. ഇന്നലെ UGC ചെയർമാൻ IIT മദ്രാസിൽ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് ഇന്ന് വന്നിട്ടുണ്ട് വാർത്തയിൽ. ഇതാണ്, ഇന്ത്യയിൽ 15-നും 35-നും ഇടയിലാണ് യുവജനങ്ങൾ. അവർക്ക് വേണ്ട നല്ല വിദ്യാഭ്യാസം കൊടുത്തില്ല എങ്കിൽ വലിയൊരു ട്രാജഡിയിലേക്കാണ് പോകാൻ പോകുന്നത്. അതുകൊണ്ട് ഡിഗ്രി കോഴ്സ് പോലും ഫ്ലെക്സിബിൾ ആകുന്നു. ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെ വാർത്തയാണ്. വായിച്ചവരാരെങ്കിലും എൻ്റെ കൈ പൊക്കുക? യാ, റെഡി, വെരി ഗുഡ്. വേദപാഠം പഠിക്കാൻ വരുന്ന പിള്ളേര് കൺഫ്യൂഷനാണ്. ആ കൺഫ്യൂഷനെ കൺവിക്ഷൻ ആക്കേണ്ടവരാണ് നാം. എന്താണാവോ? ഒന്നുകൂടെ പറഞ്ഞേ. കൺഫ്യൂഷനുള്ള പിള്ളേരെ കൺവിക്ഷൻ ഉണ്ടാക്കേണ്ടവരാണ് വിശ്വാസ പരിശീലകർ. അതെന്നെ ഇങ്ങനെ ആ യൂട്യൂബിൽ വരുന്നത് തന്നെ അങ്ങനെ എന്നുള്ള ചോദ്യത്തിന് കൃത്യം ഉത്തരം കൊടുക്കേണ്ടവരാണ് നാം. കൃത്യം, അല്ലാതെ മാട്ടയിലിരിക്കുന്ന തേങ്ങയാവരുത്. ആണോ? അങ്ങനെയാണോ? ഞങ്ങളുടെ എല്ലാ കാര്യവും പാമ്പളാനി പിതാവ് പറയും, ഞങ്ങൾ പറഞ്ഞില്ലേലും കുഴപ്പമില്ല. പാമ്പളാനി പിതാവിനും വെണ്ണായിപ്പള്ളി അച്ഛനും കൃത്യമായിട്ടുള്ള ബോധ്യമുള്ളതുകൊണ്ടാ ഇത്രയും രൂപ മുടക്കി ഇത്രയും നല്ല വൃത്തിയായിട്ട് ഈ വിശ്വാസ പരിശീലന സംഗമം നടത്തുന്നത്. അവർക്കറിയാം. കാരണം അവിയൻ്റെ പിതാവിന് അറിയാം, ആ തലശ്ശേരി അതിരൂപതയിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം വിശ്വാസ പരിശീലനമാണ്. എന്തുണ്ടായാലും വിശ്വാസം പോയാൽ പോയി. അപ്പോൾ ആ വിശ്വാസ പരിശീലനം കൃത്യമായിട്ട് കൊടുക്കാൻ വിശ്വാസ പരിശീലകരെ അപ്ഡേറ്റ് ചെയ്യണം. വികാരി ജനറൽ അച്ഛൻ പറഞ്ഞു, കാലഘട്ടത്തിനനുസരിച്ച് വിശ്വാസ പരിശീലനം കൊടുക്കണം. XYZ ജനറേഷനാണ്. XYZ ജനറേഷന്റെ മുമ്പിലാണ് ഞാൻ സംസാരിക്കുന്നത്. തലശ്ശേരി അതിരൂപതയിലെ ഇന്ന ഫൊറോനയിലെ ഇന്ന ഇടവകയിലെ ഇന്ന കുടുംബത്തിലെ വിശ്വാസ പരിശീലകരാണ്. പല പ്രത്യേകതയുണ്ട്. 2 നില വീടുള്ളവർ, ജോലിയുള്ളവർ, ജോലി ഇല്ലാത്തവർ, 10-40 കൊല്ലമായിട്ട് പഠിപ്പിക്കുന്നവർ, ജനിച്ചപ്പം തൊട്ട് വേദപാഠം പഠിപ്പിക്കുന്നവർ ഇല്ലേ, ഇന്നലെ വന്നവർ, 5 കൊല്ലത്തിൽ താഴെ വിശ്വാസ പരിശീലകൻ എന്നുള്ള എക്സ്പീരിയൻസ് ഉള്ളവരെന്ന് കൈയെടുത്തേക്ക്. 5 കൊല്ലത്തിൽ താഴെ ഒന്ന് എഴുന്നേറ്റ്. റെഡി, യെസ്. ഇവർക്ക് ഒരു ബാക്കി ഇരിക്കുന്നവരെന്ന് കയ്യടി കൊടുത്ത്. കയ്യടി ഉണ്ടെന്ന് കേട്ടപ്പോൾ സാറ് എഴുന്നേറ്റ്. റെഡി. ഇവർക്കാണ് ഈ പ്രോഗ്രാമിൻ്റെ മെയിൻ ഗുണം. ഇരുന്നോ? കാരണം മാറ്റം ഉണ്ടാകാൻ എളുപ്പമാണ്. ചിലപ്പോൾ ബാക്കിയുള്ളവർ പറയും, ഞാൻ എത്ര കൊല്ലമായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയാന്നറിയാവോ? 10, 23, 25 കൊല്ലമായി. എൻ്റെ കൊച്ചച്ഛൻ വന്നിട്ട് 2 കൊല്ലമേ ആയുള്ളൂ. അപ്പോൾ ആരാ സീനിയർ? കൊച്ചച്ഛനാണോ ഞാനാണോ സീനിയർ? അപ്പോൾ അങ്ങനെ 10, 20, 25 വർഷമായിട്ട് വേദപാഠം പഠിപ്പിക്കുന്ന ആളുകളുടെ മുമ്പിൽ തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത്, ഇത് പല കളറുള്ള പൂക്കളാണ്. എക്സ്പീരിയൻസ് കൂടിയവർ, എക്സ്പീരിയൻസ് കുറഞ്ഞവർ, എല്ലാവരോടും കൂടുമ്പോഴാ ഭംഗി ഉണ്ടാവുള്ളൂ. എൻ്റെ വീട്ടിൽ റോസച്ചെടിയുണ്ട്. ഞാൻ എവിടെ പോയാലും ചെടി മേടിക്കും. മഠത്തിലൊക്കെ ചെല്ലുവാണെങ്കിൽ കമ്പ് മുറിച്ചോണ്ട് പോരും, എന്നിട്ട് വെക്കും. എനിക്ക് എൻ്റെ അമ്മ പഠിപ്പിച്ചതാ ചെടി. പൂക്കൾ ഇഷ്ടമുള്ളവർ കൈ പൊക്കിക്കുക. പൂക്കൾ അതുകൊണ്ടാണ് മരിക്കുമ്പം പൂക്കൾ വെക്കുന്നത്. ജീവിച്ചിരുന്നപ്പം പൂ കാണാത്തവന് മരിക്കുമ്പം പൂ കാണും, പെട്ടി നിറച്ച് അല്ലേ? പൂ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂക്കൾ.
അപ്പൊ ഈ റോസച്ചെടിയിലെ പൂവ് എൻ്റെ മടത്തിന്ന്, എൻ്റെ തൊട്ടടുത്തുള്ള മടത്തിന്ന് കമ്പ് വെട്ടിയപ്പോൾ ഞാൻ വെച്ചതാ. കമ്പ് കൊണ്ടുവന്ന് വെച്ചു, മണ്ണ് വിട്ടു, എല്ലാം ഇട്ടു. പക്ഷെ പൂ ഒരേ സമയത്ത് ഏകദേശം ഉണ്ടായി. ആ സിസ്റ്റർ വെച്ചത് അതേ സമയത്ത് ഞാനും വെച്ചതുകൊണ്ട് പൂ ഉണ്ടായി. പക്ഷെ എൻ്റെ പൂവിന് ഒരു ഉണർവില്ല. മടത്തിലേത് റോസച്ചെടിയാ, കാണുമ്പോൾ തന്നെ റോസപ്പൂവാന്ന് മനസ്സിലാവും. വെള്ളം ഒഴിച്ചോ എല്ലാം ചെയ്തു. എന്നോട് ചോദിച്ചു, ചുവട് ഇളക്കിയിട്ടാണോ ഇട്ടെന്ന് ചോദിച്ചു. ചുവട് ഇളക്കിയിട്ടാണോ എന്ന് ചോദിച്ച ചോദ്യത്തിന് എൻ്റെ ആൻസർ അല്ലാന്നാ. തിരക്കിൻ്റെ ഇടയിൽ വെള്ളം ഒഴിച്ചൊന്നേ ഉള്ളൂ, താഴോട്ട് ഇറങ്ങിയോന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. വളമിട്ടു, പക്ഷെ അത് താഴോട്ടാണോ എന്ന് ശ്രദ്ധിച്ചില്ല. ചുവട് ഇളക്കിയിട്ടിട്ടാലാണ് ഇത് എത്തുള്ളൂ, ഇല്ലേ? അയ്യാ, ഈ മീറ്റിംഗ് എന്തിനാന്ന് ചോദിച്ചാലുണ്ടല്ലോ, ചുവട് ഇളക്കിയിട്ട് എത്തിക്കാനാ. നമ്മുടെ പിള്ളേർ ഇങ്ങനെയാന്നേ. ഇന്ന് വരെ ജനിച്ചു വീണ എല്ലാ പിള്ളേരും മിടുക്കരാ. ആ പിള്ളേർക്ക് വിത്ത് കൊടുക്കണം. വിത്ത് അവർ മരമാകും, അവർ ഫ്രൂട്ടാവും. പാലാ രൂപതയിൽ എഴുതാനും വായിക്കാനും അത്യാവശ്യം മാത്രം അറിയാവുന്ന ഒരപ്പൻ്റെ അമ്മയുടെയും 6 മക്കളിൽ ഒരാളാണ്. ഒരു കുഞ്ഞുവാവ് മരിച്ചുപോയി. ടീച്ചർ വന്നപ്പം തൊട്ട് തന്നെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. ദിസ് ഈസ് മാനുഫാക്ചറിങ് ഡിഫക്ട്സ്. 7.5 മാസത്തിൽ 1 കിലോ 200 ഗ്രാമിൽ ജനിച്ചതാ. അതാത് ഇടവകയിൽ ദൈവം വിളിച്ചതാ ഈശോയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ. നിയോഗം. ആ നിയോഗത്തെ തിരിച്ചറിയണം. B.Ed കോളേജിൽ ആർക്കും പഠിപ്പിക്കാം, പക്ഷെ വേദോളം പഠിപ്പിക്കാൻ എല്ലാവർക്കും പറ്റത്തില്ല. വളരെ ചിന്തിച്ച് വളരെ ഭംഗിയായിട്ട് വിത്ത് പാകണം. ആ വിത്ത് പാകുക എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ വിത്താ പാകണ്ടേ. ചിലവരുടെ വേദോള ക്ലാസ് കേൾക്കാൻ ഭയങ്കര രസമാണ്, പക്ഷെ പിള്ളേർ നെഗറ്റീവ് ആവുക. ആ വിത്ത് പാകി മരമാവണം. ആ മരത്തെ നിന്ന് ഫലം കായ്ക്കണം. 10 കൊല്ലം കഴിയുമ്പോൾ ഈ ടീച്ചറിനെ കണ്ടു കഴിയുമ്പം പറയണം, ടീച്ചർ എന്നെ വേദാടം പഠിപ്പിച്ച. ഇപ്പൊ എന്നയ്യാ, ഞാനിപ്പോ മിടുക്കനായിട്ട് ജീവിക്കുന്നു. വെണ്ണായിപ്പള്ളി അച്ഛനോ അല്ലെ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും 10 കൊല്ലം കഴിയുമ്പോൾ ഒരു കൊച്ചിനെ കണ്ടു കഴിയുമ്പം ചോദിക്കുക, ഇപ്പൊ എന്ത് ചെയ്യുക, സുഖമാണോ, സന്തോഷമാണോ? യെസ്, ഐ എം ഹാപ്പി. ഫ്രാൻസിസ് മാർപ്പാപ്പയല്ലേ പറഞ്ഞേ, ആനന്ദിക്കുവിൻ, ആഹ്ലാദിക്കുവിൻ. തിരക്കാ, എല്ലാവർക്കും തിരക്കാ, ബിസിയാ. ഓൾ ഓഫ് യു ബിസി വിത്ത് ബിസി ഷെഡ്യൂൾ. പ്രയോറിറ്റിയുടെ പ്രശ്നമാണ്. നമുക്കും ചിന്തിക്കാം, അവിടെ നല്ല ചിന്ത, നല്ല വാക്ക്, നല്ല പ്രവൃത്തി, നല്ല കാര്യങ്ങൾ കൊടുക്കാൻ പറ്റണം. വേദപാഠ ക്ലാസ്, അതാ വികാരി ജനറൽ അച്ഛൻ പറഞ്ഞേ, കാലഘട്ടത്തിനനുസരിച്ച് പഠിപ്പിക്കണം. ഡിജിറ്റൽ ലോകത്താ. ഞാൻ നിങ്ങളെ കാണിക്കാം, ഞാൻ നിങ്ങളെ ഇപ്പോഴത്തെ പിള്ളേരുടെ പ്രത്യേകത കാണിക്കാം. യക്സ് ജനറേഷനാണ് ഇവിടെ ഇരിക്കുന്ന സാറൊക്കെ. 80-ന് മുമ്പ് ജനിച്ചവരെന്ന് കൈയുയർത്തിക്കുക. 80-ന് മുമ്പ് ജനിച്ചവർ, അവരുടെ 20ഓ 25-ാമത്തെ വയസ്സിലാണ് ഫോൺ കണ്ടത്. നിൽക്കട്ടെ, എക്സ് ജനറേഷൻ. വൈ ജനറേഷനാ ഞാൻ. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് TV വീട്ടിൽ മേടിക്കുന്നത്. ഇസഡ് ജനറേഷനാ ആയിരിക്കുന്നത്. അതാ ഡിജിറ്റൽ. കണ്ടോ, കൃത്യം കൊടുക്കുന്നേ. നമ്മൾ പഠിപ്പിക്കാൻ ചെല്ലുന്ന കൊച്ച് ഇസഡ് പ്ലസ്സാ. നമ്മളെ വിറ്റ കാശുണ്ട് നമ്മുടെ പിള്ളേരുടെ കയ്യിൽ. ഞാൻ കാണിക്കാം. ഈ ഡിജിറ്റൽ ബ്രിഡ്ജ് എന്നുള്ള വാക്ക് കേട്ടിട്ടുള്ളവരെന്ന് കൈയെഴുതിക്കുക. ഡിജിറ്റൽ ബ്രിഡ്ജ് എന്നുള്ള വാക്ക് കേട്ടിട്ടുള്ള 650 പേരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപൊക്കുക. വെരി ഗുഡ്. ഡിജിറ്റൽ ബ്രിഡ്ജ് എന്നുള്ള ടേം സ്വിറ്റ്സർലൻഡിലെ സയന്റിസ്റ്റുകൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചൊരു മെഷീനുള്ള പേരാണ്. ആ മെഷീൻ എന്താണെന്നറിയാവോ? നട്ടെല്ല് തളർന്നു പോയ അല്ലെ തളർന്നു കിടക്കുന്ന ആളെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ എഴുന്നേൽപ്പിച്ച് നിർത്താൻ വേണ്ടിയുള്ള ടെക്നോളജിയുടെ കോമൺ ടേമാണ് ഡിജിറ്റൽ ബ്രിഡ്ജ്. ഈ കാലഘട്ടത്തിലാണ് നമ്മൾ വേദപാഠം പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരുത്തനെ പരിശോധിക്കാൻ വേണ്ടി ചെന്നപ്പോൾ 2 നിക്കറിൻ്റെ ഇടയിലാണ് അവൻ ഫോൺ ഒളിപ്പിച്ചേക്കുന്നത്. ഈ ലോകത്ത് വേദപാഠം എങ്ങനെ നമുക്ക് നന്നായിട്ട് പഠിപ്പിക്കാം? ഉറക്കെ വായിക്കണം. എവരി interaction is an opportunity to learn if you are ready to improve rather than prove. Every interaction, ഈ മീറ്റിംഗ്, വേദപാഠ ക്ലാസ്, ചെറുഷ്മിലിംഗിന്റെ ഭവന സന്ദർശനം, കലോത്സവം, എവരി ഇന്ററാക്ഷൻ. ഏറ്റവും വലിയ ഇന്ററാക്ഷൻ ആണല്ലോ വിശുദ്ധ കുർബാന. അത് കയ്യും കെട്ടി കാണേണ്ടതല്ലോ, പങ്കാളിയാവേണ്ടതാണല്ലേ ഇന്ററാക്ഷൻ.
സംസാരിക്കുന്ന ഇന്ന് ഉച്ചയ്ക്ക് ഇന്നെൻ്റെ ഒരു റിക്വസ്റ്റ്, അവരോ ആ ഇടവകയിൽ നിന്ന് വന്നവർ ഒന്നിച്ചു പോകാതെ, വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാതെ വേറുള്ളവരോട് വർത്താനം പറയണം, വേറുള്ളവരോട് സംസാരിക്കണം. എവരി ഇൻട്രാക്ഷൻ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ലേൺ. 4 ടൈപ്പ് ആളുകളുണ്ട്. ചിലർ പറയും എനിക്കെല്ലാം അറിയാം, എന്നെ കൂടുതൽ പഠിപ്പിക്കേണ്ട, ഞാൻ ആരാന്നറിയാവോ? അവരുടെ ലക്ഷണമോ അമിത ആത്മവിശ്വാസവും അഹങ്കാരവും. അങ്ങനെയുള്ളവരെ തിരിച്ചറിയാം. ബൈക്ക് ഓടിക്കുമ്പോൾ കേരളത്തിൽ അവർ ഹെൽമെറ്റ് വെക്കുകയില്ല. എനിക്കറിയാം, എന്നെ കൂടുതൽ പഠിപ്പിക്കേണ്ട, ഞാൻ എന്നതിനാ എല്ലാ വർഷവും മീറ്റിംഗ് അച്ഛൻ ഇങ്ങനെ വിളിച്ചു ചേർക്കും, ഞാൻ പോയില്ലേലും എന്നാ കുഴപ്പം, എല്ലാവരും വരണമെന്ന് തന്നെ നിർബന്ധം. രണ്ടാമത്തെ ടൈപ്പ് ആൾക്കാരുണ്ട്, അയ്യോ എൻ്റെ അച്ഛൻ, ഞാൻ അന്നത്തെ വികാരിയച്ഛൻ പറഞ്ഞുകൊണ്ട് വേദപാഠം പഠിപ്പിക്കാൻ വന്നേ ഉള്ളൂ, എൻ്റെ പൊന്നെ നിവൃത്തി, അച്ഛനറിയാവോ എൻ്റെ വിഷമം, പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, കോഴിയുണ്ട്, ഇതുങ്ങളെല്ലാം കൂടെ നോക്കിയിട്ട് വേദപാഠ പുസ്തകമൊക്കെ അതുപോലെ വായിക്കാനൊന്നും എനിക്ക് സമയം കിട്ടുന്നില്ല. അയ്യോ അയ്യോ, ഇല്ല 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 ഇല്ല. അവരാദ്യം പറയുന്ന പൊതുവാക്ക് ഇല്ല എന്നായിരിക്കും, തിന്നുന്നത് ഒഴികെ. തിരിച്ചറിയാനാ. മൂന്നാമത്തെ ടൈപ്പ് ആൾക്കാരുണ്ട്, നീ പോകുന്നുണ്ടോ? എന്നാ ഞാനും പോകുന്നില്ല, ഓക്കെ നമുക്കൊന്നിച്ചു മുങ്ങാം, സൂപ്പർ. സ്റ്റാഫ് മീറ്റിങ്ങിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അച്ഛനോ ഹെഡ് മാസ്റ്ററോ എന്തെങ്കിലും ഒരു നല്ല കാര്യം പറയുമ്പോൾ താഴെ നിന്നൊരു കിള്ളു ഉണ്ടാതിരിക്കുക. അവിടെ നീയും അനങ്ങണ്ട, ഞാനും അനങ്ങണ്ട, പൊളിച്ചടുക്കി കൊടുക്കാം ഇല്ലേ? ഈ മൂന്നാമത്തെ ടൈപ്പ് അപകടം. വളർത്തിയേല. നാലാമത്തെ ടൈപ്പ് നമ്മൾ ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. താല്പര്യം ഇല്ലാതെ വരുന്ന കൊച്ചിനെ താല്പര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് അധ്യാപനത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. വേദപാഠം പഠിക്കാൻ പിള്ളേർക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ പിള്ളേർ പറയും എന്നാ കാണാനാ. പരീക്ഷയുടെ തലേ ദിവസം 2 മണിക്കൂർ മനസ്സിരുത്തി വായിച്ചാൽ 90% മാർക്ക് മേടിക്കാവുന്ന വേദപാഠ പുസ്തകം ഈ 50 ഞായറാഴ്ച എന്നതാ ചെയ്യുന്നേ? ഒരുത്തിനെ താല്പര്യം ഉണ്ടാക്കുകയാണോ താല്പര്യം കുറയ്ക്കുകയാണോ? ലോജിക്ക് പ്രകാരം ചിന്തിച്ച് 1-ാം ക്ലാസ്സിലെ വേദപാഠം കഴിയുമ്പോൾ, 1-ാം തരം വേദപാഠ ക്ലാസ് കേട്ട് കഴിയുമ്പോൾ, 2-ാം ക്ലാസ് കഴിയുമ്പോൾ സ്പിരിറ്റ് കൂടുവാണോ കുറയുവാണോ ചെയ്യേണ്ടത്? എന്തോ നിങ്ങളെന്നെ മിണ്ടാത്തവരാണോ? കൂടുക ചെയ്യണ്ടേ? 1-ലെയും 2-ലെയും 3-ലെയും വേദപാഠ ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട് 4-ാം ക്ലാസ്സിൽ ഈശോയെ സ്വീകരിക്കാൻ ആവേശം കൂടുവാണോ കുറയുവാണോ ചെയ്യണ്ടേ? കൂടും. 4-ാം ക്ലാസ്സിലെ വേദപാഠ ക്ലാസ്സും കഴിഞ്ഞിട്ട് 5, 6, 7 ഒക്കെ കഴിയുമ്പോൾ അഡോളസന്റ് സ്റ്റേജിലേക്ക് കയറുമ്പോൾ വേദപാഠം എനിക്ക് പഠിക്കണം, സ്പിരിറ്റ് നടക്കാനൊക്കെ ആയാലും 1-ൽ പിടിച്ചോണ്ട് കൊണ്ടുപോകണമായിരുന്നു. 8 ആയപ്പോഴത്തേക്കും ആവേശത്തോടെയല്ലേ വരണ്ടേ? ആണോ അല്ലയോ? ടുഡേയ്സ് ഡേ ഓഫ് തിങ്കിങ്. മിണ്ടാതെ പോയാൽ വിഡ്ഢീനെ ഞാൻ വിളിക്കുള്ളൂ. ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ. 12 കൊല്ലത്തെ വേദപാഠത്തിന് ശേഷം നോർമലി ഇങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ, സാറ് പറ, അച്ഛൻ പറ, ഞാൻ പറ, എന്നാ ചെയ്യണമെന്നല്ലേ സാറെ ചോദിക്കണ്ടേ? ജെറൂസലേം മിഷൻ ലീഗിന്റെ കൊടി കൊടുക്കാൻ പിന്നെ പുറകെ നടക്കേണ്ട വരുമോ? ഇല്ല. ഇതൊരു സൈഡ് ആണെങ്കിൽ ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ക്രൈസിസ്, 12 കൊല്ലത്തെ വേദപാഠം പഠിച്ചിട്ട് കൊച്ചിന് മനസ്സിലാകുന്നില്ല ഉണ്ടയാണോ കൊന്തയാണോ എന്ന്. എന്നിട്ട് അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ ഓർത്തോണ്ടിരുന്നത് ഇങ്ങനെയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ വേർ ഈസ് അവർ പ്രോബ്ലം ദാറ്റ് ക്യാൻ ബി ഐഡന്റിഫൈഡ്. ആ പ്രോബ്ലത്തെ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഡിജിറ്റൽ ഗ്യാപ്പിനെ ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഡിജിറ്റൽ ഗ്യാപ്പ് എന്ന് പറയുന്നത് പ്രയോറിറ്റിയും കൂടെ ചിന്തിക്കണം. ഈ ക്ലാസ്സിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാതിരിക്കാം. പ്രയോറിറ്റി ഇതുണ്ടോ? ചിമ്പാൻസിക്ക് വേദപാഠ ക്ലാസ് ഉണ്ടോ? പക്ഷെ ചിമ്പാൻസി സ്വന്തം കൊച്ചിനെ മാറോട് ചേർത്താ പിടിച്ചിരിക്കുന്നത്. 12 കൊല്ലത്തെ വേദപാഠവും പഠിച്ചു, എല്ലാ വാല്യൂ എഡ്യൂക്കേഷൻ ക്ലാസ്സും കേട്ടിട്ടുണ്ടല്ലോ. 4-ാം 6-ാം നിലയെന്ന് ഒരു കൊച്ച് പ്രസവിച്ചിട്ട് കുഞ്ഞിനെ താഴോട്ടിട്ടു കൊച്ചിയിൽ. ആ വഴിയെ പോയ ടാക്സിക്കാരൻ ചോദിച്ചു, എന്തിനാ എറിഞ്ഞേ? തന്നാ പോരായിരുന്നോ? ഓരോ കുഞ്ഞും ദൈവദാനമാണല്ലോ, ഓരോ കുഞ്ഞും ദൈവദാനമാണല്ലോ. ഇവിടെ ഇരിക്കുന്ന ഈ വിശ്വാസ പരിശീലകരുടെ അപ്പനും അമ്മയും നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ പിള്ളേർക്ക് മലയാളം അറിയത്തില്ല പലർക്കും. എൻ്റെ സൺഡേ സ്കൂളിൽ കഴിഞ്ഞ ദിവസത്തിന് ഈശോ എന്ന് എഴുതിയപ്പോൾ ഈഗോ എന്നായിപ്പോയി. ലേണിംഗ് ഡിസബിലിറ്റി അവൻ്റെ പ്രശ്നം. അത് വട്ടോ ചട്ടൊന്നും അല്ല.
ചിലവരെന്നെ അങ്ങനെ, ചിലവരെന്നെ ഇങ്ങനെ എന്ന് ചോദിച്ചാൽ വീട്ടിൽ നിന്ന് കിട്ടാണ്ടത് കിട്ടിയിട്ടില്ല. അതുകൊണ്ടല്ലേ വിശ്വാസ പരിശീലനം പ്രാഥമിക വേദി ഏതാ സാറേ? കുടുംബം. കുടുംബത്തിൽ കുരിശ് വരെയില്ലെങ്കിൽ കൊച്ചു കാലും അകത്തി വെച്ചിട്ട് മുകളിലോട്ട് നോക്കി പള്ളി നിൽക്കും. ഫാദർ ആൻഡ് മദർ ഐ ലവ് യു എന്ന് മക്കൾ പറയുന്ന സ്ഥലത്തിന്റെ ഇംഗ്ലീഷ് ടേമാണ് ഫാമിലി. അപ്പനും അമ്മയും ഉമ്മ കൊടുത്തില്ലെങ്കിൽ കൊച്ചു ഉമ്മ മേടിക്കാൻ വണ്ടി കയറും. റെഡി? ഞാൻ ചോദിക്കാൻ കാരണം വിശ്വാസ പരിശീലനത്തിന്റെ പ്രാഥമിക വേദിയായിട്ടുള്ള കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടിയില്ല എങ്കിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ പ്രശ്നം കൂടുതലാ. ക്ലാസ് റൂമിൽ നിന്ന് പറഞ്ഞു കൊടുക്കേണ്ടേ? ഞാൻ നിങ്ങളെ കൊണ്ട് കൈ പൊക്കിക്കുന്നതൊക്കെ ഉണ്ടല്ലോ, ബ്രെയിനിൽ മാപ്പാവാനാ. ഇന്ന് ചിലത് വെറുതെ ഉണ്ടല്ലോ, പാഠപുസ്തകം പഠിച്ച് തീർക്കുക. All stand up, sit down, page number 42, please read loudly. അടുത്ത പേജ് എടുക്കൂ. ആവറേജ് ടീച്ചർ പുസ്തകം നോക്കി വായിക്കും, ഇച്ചിരിയുടെ നല്ല ടീച്ചർ ഡെമോ ചെയ്യും. ആൻ എക്സലന്റ് ടീച്ചർ ഷുഡ് ബി ഇൻസ്പയർ. പ്രചോദനം. ഈ ഇരിക്കുന്ന സിസ്റ്റേഴ്സിന് ആരോ ഒരാൾ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ചേച്ചി മടത്തി പോകാൻ കാരണം അയലോക്കത്തെ വീട്ടിലെ കൊച്ചിൻ്റെ ഉടുപ്പിടിയിലിന് പോയതാ. അയലോക്കത്തെ കൊച്ചിൻ്റെ ഉടുപ്പിടിയിലിന് പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിൻ്റെ ഒറ്റ ഡയലോഗ് അപ്പനോടും അമ്മയോടും, ഞാൻ മടത്തി പോവാ. ചരിത്രം പറയുന്നത് അമ്മ ഒലക്ക വെച്ചിടിച്ചെന്നാ. ഇനി വല്ല വിശുദ്ധയാവുകയാണെങ്കിൽ ഒലക്കയാണ് ഐക്കൺ. എന്നാന്നറിയാവോ ഒലക്ക? റബ്ബർ പാൽ എടുത്തോണ്ടിരിക്കുന്നതായിരുന്നു ചേച്ചിയും ചേട്ടനും. റബ്ബർ പാൽ എടുത്തോണ്ടിരിക്കുന്ന ചേച്ചി പെട്ടെന്ന് മടത്തി പോവാന്ന് പറയുമ്പോൾ ഈ റബ്ബർ വെട്ടുന്ന ഈ അപ്പനും അമ്മയ്ക്കും ഇനി ആര് പാലെടുക്കും? ഇല്ലേ? ഇപ്പം നമ്മുടെ മക്കള് ഉണ്ടായി കഴിയുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴേ പറയും കാനഡ, വേറെ ഓരോ ഓപ്ഷനില്ല. പണ്ട് ഈശോന്നായിരുന്നു വാക്ക് ചെവി പറഞ്ഞുകൊണ്ടിരുന്നേ. പ്രയോറിറ്റിയുടെ പ്രശ്നമാ. പണം പണം പണം. ഈ പണത്തിന്റെ മോളി ദൈവത്തെ കൊടുക്കാൻ, സ്വർഗത്തിൽ പോകാൻ, ഈശോയെ കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാ വേദപാഠ അധ്യാപകര്. സ്വർഗത്തിൽ പോകാൻ പരിശീലിപ്പിക്കുന്ന ഇടമാണ് വിശ്വാസ പരിശീലന ക്ലാസ്സുകൾ, ഇടവകയിലെ വിശ്വാസ പരിശീലനം. ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ കൈയടിച്ചോ. സ്വർഗത്തിൽ പോകാൻ പഠിപ്പിക്കുന്നുണ്ടോ? സ്വർഗത്തിൽ പോകാനാണോ പ്രേരിപ്പിക്കുന്നത്? വൈദികരാവാൻ, സിസ്റ്റർ ആവാൻ പഠിപ്പിക്കുന്നുണ്ടോ? 96-ൽ ഇതായിരുന്നു. 2016-ൽ ഇതാ. മൊബൈൽ ഫോൺ നല്ലതാ, വാട്സപ്പ് നല്ലതാ. 1960-ൽ അതാ. വല്യപ്പനും വല്യമ്മയും ഉണ്ടായിരുന്നു കൂറ്റിച്ചൂലിന് അടിക്കാൻ. ഡേ ഇറക്കമുള്ള തുണി ഇട്ടുകൊണ്ട് നടന്നില്ലെങ്കിലുണ്ടല്ലോ ഇങ്ങോട്ട് കയറരുതെന്ന്. ഇപ്പോ എന്നതെങ്കിലും ഇട്ടാൽ മതിയെന്ന. ചിരിക്കാം, ചിന്തിക്കാം. ഇതാ ഇവിടെയാ നമ്മൾ വേദപാഠം. കാലഘട്ടത്തിനനുസരിച്ച് ഇതാ 4ാമത്തെ ചിത്രത്തിന് വേറൊരു തെറ്റിദ്ധാരണയും ഉണ്ടാക്കണ്ട. പ്രയോറിറ്റി, പ്രയോറിറ്റി. 10 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ പിള്ളേര് എവിടെ, എന്ത്, എങ്ങനെ? ആ ചോദ്യത്തിന് നമുക്ക് ഉത്തരവാദിത്വമുണ്ട് സിസ്റ്ററെ, സാറേ, ടീച്ചറെ. നമ്മൾ പഠിപ്പിച്ചു വിട്ടൊരു കൊച്ച് പാസ്പോർട്ട് വെരിഫിക്കേഷന് പോലീസ് സ്റ്റേഷനിൽ പോയാൽ ഓക്കെ, മറിച്ച് കഞ്ചാവ് കേസിൽ പ്രതിയായാൽ ഞാനും ഉത്തരവാദിത്വം ഉണ്ട് സാറേ. This is known as value crisis. അവനവൻ്റെ ഫോട്ടോ എടുത്തിട്ട് അവനവൻ തന്നെ സൂപ്പറാന്ന് പറയുക വട്ടിൻ്റെ ആരംഭമാണ്. ഇന്ന് ഫോട്ടോയൊക്കെ എടുക്കണം. ഇന്ന് ഈ പള്ളിയുടെ മുന്നിൽ നിൽക്കുന്നോ, ഇന്ന് ഇടവകയിൽ എല്ലാവരും കൂടെ വന്നിട്ടോ ബാക്കിയുള്ളവരുടെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഷെയർ ചെയ്യുക. നമുക്ക് വളരണം. നമ്മുടെ പിള്ളേര്, ഈ പിള്ളേർക്ക് എല്ലാം അറിയാം. ഈ പിള്ളേർക്ക് യൂട്യൂബും കാണുന്നുണ്ട്. പണ്ടൊക്കെ ആരെങ്കിലും പറഞ്ഞാലായിരുന്നു കേൾക്കുന്നത്. ഇപ്പൊ ലൈവാ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നേരെ കിട്ടുക. ഈ പിള്ളേരെയാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടത്. ഈ ചിത്രം നാളെ കാണിക്കുകയല്ലേ ഞാൻ. നാളെ ഞാൻ +1 +2 പിള്ളേർക്കാ ക്ലാസ്, +2. അവിടെ ഞാൻ ഇത് കാണിക്കില്ല. പക്ഷെ ഞാൻ ടീച്ചേഴ്സിന് ഇത് കാണിക്കാൻ കാരണം ദിസ് ഈസ് ട്രെൻഡ്. ഇരുട്ടത്തോട്ടെ അടയ്ക്കരുത്, ഇരുട്ടത്തോട്ടെ അടയ്ക്കരുത്. നിസ്സംഗത അപകടമാണ്. എന്തിനാ? ഇതാ വരാൻ പോകുന്ന തലമുറ. ഒരമ്മയുടെ ഗർഭപാത്രം സ്കാൻ ചെയ്തപ്പം കണ്ടത് അവൻ അതിനകത്തിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് 1, 2, 3 ക്ലാസ്സിലെ ടീച്ചർമാരോട് എഴുന്നേക്കാൻ പറഞ്ഞേ. ഇനി വരാൻ പോകുന്ന തലമുറയെ കുരിശ് വരയ്ക്കാൻ വേണ്ടി പഠിപ്പിക്കുക എന്നുള്ളത് വലിയ സ്ട്രഗിൾ ആയിരിക്കും. 12 കൊല്ലത്തെ വേദപാഠം പഠിപ്പിച്ചിട്ട് കുരിശ് വരയ്ക്കാൻ അറിയത്തില്ലെന്ന്.
ചിലവരുടെ കുരിശുവര കണ്ടു കഴിയുമ്പോൾ ഉണ്ടല്ലോ വയറിനിട്ടടിയ. പ്രശ്നം എന്റെയാ, ഇൻക്ലൂഡ് മീ. ആ പ്രശ്നത്തെക്കുറിച്ചുള്ള തിരിച്ചറിയാനാ വേണ്ടേ. ഇത് മീഡിയ ലിറ്ററസിയുടെ നോഡൽ ഓഫീസറാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ആധുനിക മാധ്യമങ്ങൾ നല്ലതാണ്, ചീത്തയല്ല. ആധുനിക എല്ലാ മാധ്യമങ്ങളും നല്ലതാ, പക്ഷെ ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗിക്കാൻ മക്കളെ പഠിപ്പിക്കണം. കോൺസിക്വൻസ് അനാലിസിസ് നടത്തണം. എന്ത് അനാലിസിസാ? പരിണിത ഫലത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ. പ്രേമിച്ചാൽ എന്ത് ഗുണം, പ്രേമിച്ചില്ലേ എന്ത് ഗുണം, പഠിച്ചാൽ എന്ത് ഗുണം, പഠിച്ചില്ലേ എന്ത് ഗുണം. കോൺസിക്വൻസ് അനാലിസിസ് വിശ്വാസ പരിശീലന ക്ലാസ്സിൽ തുറന്ന ചിന്തകൾ ഉണ്ടാവട്ടെ. നല്ല അവിടെ ചോദിക്കും, അതെന്നാ സാറേ അങ്ങനെ, അതെന്നാ സിസ്റ്ററെ ഇങ്ങനെ. ഈ സിസ്റ്ററിന്റെ സ്വഭാവത്തിന്റെ 85% അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച്, വെണ്ണായിപ്പള്ളി അച്ഛന്റെ സ്വഭാവത്തിന്റെ 85% വെണ്ണായിപ്പള്ളി അച്ഛന്റെ അമ്മയുടെ വയറ്റിൽ വെച്ച്, ബാക്കി 10% 6 വയസ്സിന്റെ ഇടയിൽ, ബാക്കിയേ ഉള്ളൂ സെമിനാരിൽ നിന്നും എക്സ്പീരിയൻസിൽ നിന്നും ഫോർമേഷനിൽ നിന്നും. ഇതാണ് കൺഫ്യൂഷനെ കൺവിക്ഷനാക്കാനുള്ള മെത്തഡോളജി. അല്ലേ പിള്ളേര് പോകും. നമ്മൾ ക്ലാസ് റൂമിൽ കൃത്യ ഉത്തരം പറഞ്ഞു കൊടുത്തില്ലാണ്ടല്ലോ പിള്ളേര് പോകും, വേറെ ഗ്രൂപ്പുണ്ട് സംശയം തീർക്കാൻ. അവിടെ നല്ല ചിന്ത. ആ ഡിജിറ്റൽ ഇതാ ആദ്യ കുർബാന സ്വീകരിച്ചപ്പോഴത്തെ സന്തോഷം ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ഈശോയെ സ്വീകരിക്കാനുണ്ട്. മരിയ കുര്യത്തി പെണ്ണുമതി, വിശുദ്ധി ഇല്ലേ. അലക്സാണ്ടർ എന്ന് പറയുന്ന ചീത്ത പുസ്തകത്തിനും ചീത്ത സിനിമയ്ക്കും അടിമയായിട്ടുള്ള അലക്സാണ്ടർ ഉമ്മ തന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ നോ എന്ന് പറയാൻ ഇടിമിന്നലിന്റെ ശക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, മാട്ടയിലിരിക്കുന്ന തേങ്ങയാവരുത്. നമ്മുടെ വേദപാഠ ക്ലാസ് കഴിയുമ്പം കൊച്ചിന് ബോധ്യങ്ങൾ വേണം. ബോധ്യം അതാ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നമാ. ഇന്റർനെറ്റ് അഡിക്ഷൻ ഡിസോർഡർ, നോമോഫോബിയ എന്നാ ആ അസുഖത്തിന്റെ പേര്. 4 ലക്ഷണം ഞാൻ പറയാം. അമിതമായിട്ടുള്ള ഫോണിന്റെ ഉപയോഗം, ആവശ്യത്തിലധികം പാസ്വേഡ്, രാത്രി കിടക്കുമ്പോൾ തലയണയുടെ അടിയിൽ വെക്കും, ഒരാളുടെ ഫോൺ വേറൊരാൾ ചോദിക്കുമ്പോൾ അനാവശ്യ അസ്വസ്ഥത. ദീസ് ആർ ദ മേജർ സിംറ്റംസ് ഓഫ് നോമോഫോബിയ. എന്തിനാണ് ഈ കാലഘട്ടത്തിലെ അധ്യാപകരോട് ഇത് പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ, ചില കുട്ടികൾ വേദപാഠ ക്ലാസ്സിൽ വരുന്നതുണ്ടല്ലോ, ചിലത് കൈമാറാനാണ്. ഒരധ്യാപകനോ ഒരച്ഛനോ ഒരു സ്റ്റാഫ് സെക്രട്ടറിയോ കുറച്ച് സിസ്റ്റർമാരോ മാത്രം നോക്കിയാലുണ്ടല്ലോ ഒന്നും നടക്കുകയില്ല. ടീം വർക്കാ ആവശ്യം.